കാട്ടിലൂടെ പോകുന്ന ട്രെയിൻ ഇടയ്ക്ക് വെച്ച് ഒരു പ്രത്യേക കാരണത്താൽ സ്റ്റോപ്പ് ആകുന്നു. ആ ഒരു സമയത്ത് പല ഭയാനകമായ ക്രീച്ചേഴ്സും ഈ ഒരു ട്രെയിനിലെ യാത്രക്കാരെ തേടിയെത്തുന്നു. 2015 പുറത്തിറങ്ങിയ ഒരു മൂവിയാണ് ഹൗൾ എന്ന് പറയുന്നത്. ഒരു ഫാൻറ്റസി ഹൊറർ ത്രില്ലർ മൂവികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മൂവി എന്ന് പറയുക. അതുപോലെ തന്നെ 1.5 മണിക്കൂറാണ് ഈ ഒരു മൂവീൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. എന്നാലും ഓരോ ഫ്രെയിംസും ഓരോ ആസ്പെക്റ്റും ഇവർ ഒരുപാട് ലാഗൊന്നും ആക്കാണ്ട് നല്ല ത്രില്ലടിപ്പിച്ച് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹൗൾ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് മൂവീനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ആൻഡ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് നോക്കാം. 2015 പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് മൂവിയാണ് ഹൗൾ എന്ന് പറയുന്നത്. അതായത് ഫാൻറ്റസി ഹൊറർ ജോൺറകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മൂവി. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഓക്കെ, ഈ ഒരു മൂവിയുടെ ഒരു വൺ ലൈൻ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലണ്ടനിൽ നിന്ന് ഈസ്റ്റ് ബോറോയ്ക്ക് രാത്രി പോണ ഒരു ട്രെയിൻ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് പല ക്രീച്ചേഴ്സും ഈ ഒരു ട്രെയിനിൻ്റെ അടുത്തേക്ക് വരികയും ഈ ഒരു യാത്രക്കാരെ അറ്റാക്ക് ചെയ്യാൻ വരലും പിന്നെ അവിടെ നിന്നുള്ള ഒരു സർവൈവലൊക്കെയാണ് ഈ ഒരു മൂവി പ്രധാനമായിട്ട് പറയുന്നത്. 1.5 മണിക്കൂറാണ് ഈ ഒരു മൂവീൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ബട്ട് എന്നാൽ പോലും ഓരോ ഫ്രെയിംസും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. നല്ല ത്രില്ലടിപ്പിച്ചിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. സോ നമുക്ക് ഒട്ടും ലാഗ് ഇല്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ഇത് ഹൗൾ എന്ന് പറയുന്നത്. ഈ ഒരു മൂവിത്തെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ജോയ്, എലൻ, ബില്ലി, ഡ്രൈവറായിട്ട് വരുന്ന ആളുകൾ ഇതൊക്കെയാണ്. അതായത് എഡ് സ്പീലേഴ്സാണ് ജോയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഇയാളാണ് മെയിൻ ലീഡിങ് റോൾ. ആ ഒരു ട്രെയിനിൽ ഒരു TTRൻ്റെ വേഷത്തിലാണ് അദ്ദേഹം എത്തുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹോളി വെസ്റ്റേൺ ഈ ഒരു ട്രെയിനിൽ കോഫി ടീ ഇതൊക്കെ കൊടുക്കുന്ന ഒരു ലേഡി ആയിട്ടാണ് വരുന്നത്. സോ നല്ലൊരു മൂവിയാണ്, എല്ലാവരും എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഇത് നമുക്ക് ആമസോൺ പ്രൈമിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 2015 ഈ ഒരു മൂവി റിലീസായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലും റിലീസായിട്ടുണ്ട്. ബട്ട് അത് 2016 ഇന്ത്യയിൽ റിലീസായിട്ടുള്ളത്. അതുപോലെ തന്നെ പൗൾ ഹേട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ആക്ച്വലി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണിത്. എവറി സെക്കൻഡ്സ് നമ്മളെ നല്ല ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. സോ എല്ലാവരും വാച്ച് ചെയ്യാം. ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. അതുപോലെ തന്നെ IMDbയിലാണെന്നുണ്ടെങ്കിലും വളരെ മോശമല്ലാത്തൊരു റേറ്റിംഗ് ഒക്കെ ഈ ഒരു മൂവിക്ക് ഉണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മൂവി റിവ്യൂസ്, സീരീസ് റിവ്യൂസ് എല്ലാം ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു റിവ്യൂ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.